പത്മജയുടെ ബി.ജെ.പി. പ്രവേശനം തെരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധമാക്കാൻ ഇടതുപക്ഷ തീരുമാനം. ഉന്നത കോൺഗ്രസ് നേതാക്കൾക്ക് പോലും ബി.ജെ.പിയുമായി അടുത്ത ബന്ധമെന്ന ആരോപണമാണ് CPM ഉയർത്തുന്നത്. അതിനിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രങ്ങൾ ചർച്ച ചെയ്യാൻ നാളെ ഇടതുമുന്നണി യോഗം ചേരും. വിവിധ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾ ബി.ജെ.പിയിലേക്ക് പോകുന്നത് ഉയർത്തിക്കാട്ടിയുള്ള പ്രചാരണം സംസ്ഥാനത്ത് ഉയർത്താൻ CPM തീരുമാനിച്ചിരുന്നു. ഇതിന് കൂടുതൽ കരുത്തു പകരുന്നതായി പത്മജയുടെ ബി.ജെ.പി. പ്രവേശനം. കോൺഗ്രസിന്റെ കരുത്തരായ നേതാക്കളുടെ മക്കളെ പോലും സംരക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ പാർട്ടി സംവിധാനം തകർന്നുവെന്ന ആരോപണം CPM ഉയർത്തുന്നു. ഉന്നത നേതാക്കൾക്ക് പോലും ബി.ജെ.പിയുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് ഇടതുപക്ഷം പ്രത്യേകിച്ച് CPM പറയുന്നത്. ഇത്തരത്തിൽ പ്രചാരണം മുന്നോട്ട് വെച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രാഷ്ട്രീയ നേട്ടമുണ്ടാകുമെന്ന് വിലയിരുത്തുന്നു. കോൺഗ്രസ് ബി.ജെ.പി. ബന്ധം പ്രചാരണ വേദിയിൽ ആകെ ഉന്നയിക്കാൻ തന്നെയാണ് LDFന്റെ നീക്കം. ഇതുവഴി ന്യൂനപക്ഷങ്ങൾക്കിടയിൽ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനാകുമെന്നും ഇടതുമുന്നണി കണക്കുകൂട്ടുന്നു. പത്മജയുടെ ബി.ജെ.പി. പ്രവേശനത്തിൽ വിമർശനമുന്നയിച്ച പലരും ബി.ജെ.പിയുമായി മുൻപ് ചർച്ച നടത്തിയെന്ന കെ സുരേന്ദ്രന്റെ വാക്കുകളും പ്രധാനപ്പെട്ടതാണ്. കോൺഗ്രസിനെ ചതിക്കുന്നത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. അല്ല, ഈ പറയുന്ന വലിയ ആവേശം പറയുന്നവരൊക്കെ ഇതിനു മുമ്പ് പാർട്ടിയായിട്ട് ചർച്ച നടത്തിയിട്ടുള്ളവർ. ഞാൻ അതിനെക്കുറിച്ചൊന്നും എൻ്റെ മാന്യതയ്ക്കനുസരിച്ച് ഞാൻ പറയുന്നില്ല. അതിനിടെ ഇടതുമുന്നണി യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. തെരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രങ്ങൾ തന്നെയാണ് പ്രധാന അജണ്ട. നാളെ 3 മണിക്ക് ചേരുന്ന യോഗത്തിൽ തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ പത്മജ വിഷയം സജീവമായി നിർത്താനുള്ള നിർദ്ദേശമുണ്ടാകും. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയുള്ള പത്മജയുടെ കൂടുമാറ്റം കോൺഗ്രസിന് ഇരുട്ടടിയാണ്. എത്രയൊക്കെ തള്ളിപ്പറഞ്ഞാലും കെ മുരളീധരന് നേരെയും ഇനി പാർട്ടിയിൽ നിന്ന് ചോദ്യങ്ങൾ ഉയരും. അമൃത ന്യൂസ്, തിരുവനന്തപുരം.